قل أفرأيتم ما تدعون من دون الله അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് സുമറിലെ 46-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മൾ പിന്നിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത എല്ലാ ആരാധനാ കർമ്മങ്ങളും ഇബാദത്തുകൾ, നമ്മുടെ ഖിയാമും നമ്മുടെ റുക്കൂഉം നമ്മുടെ സുജൂദും നമ്മുടെ ദുആകളും സദഖകളും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്തെങ്കിലും പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിൽ അല്ലാഹു അതെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ദിനങ്ങളിലും ഇതേപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ് നമ്മൾ റമദാനിൽ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഖുർആനിൽ എവിടെയും ഷഹ്റു ഷഅബാൻ എന്നോ അല്ലെങ്കിൽ ഷഹ്റു ഷവ്വാൽ എന്നോ ഷഹ്റു റബീഉൽ അവ്വൽ എന്നോ എന്നൊന്നും ഖുർആനിൽ എവിടെയില്ല. മറിച്ച് ഷഹ്റു റമദാൻ എന്നാണുള്ളത്. റമദാൻ മാസം.
അപ്പോൾ അങ്ങനെ തന്നെ അള്ളാഹ് എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തെപ്പറ്റി പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഷഹ്റു ഷഅബാൻ എന്നോ ഷഹ്റു ഷവ്വാൽ എന്നൊന്നും പറയാതെ ഷഹ്റു റമദാൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഖുർആനുമായുള്ള ബന്ധമാണ് നമ്മുടെ റമദാനിൻ്റെ സ്വീകാര്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റമദാനിലും അതുപോലെ തന്നെ റമദാനിലെ നോമ്പിലുമൊക്കെ നമുക്ക് അർഹതയുണ്ടോ യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ എന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം ഖുർആനിൻ്റെ പഠനം എന്നത് തന്നെയാണ്. റമദാൻ അല്ലാത്ത കാലത്തും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് റമദാനിൽ അതിന് പ്രത്യേകമായ പ്രതിഫലവും പ്രാധാന്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്പസമയം നമ്മൾ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടും അതിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ അല്പസമയം ഖുർആൻ്റെ മുന്നിലിരിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ 46-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 46-ാമത്തെ ആയത്ത് നമ്മൾ ഓതി വെച്ചു അല്ലേ? ഇനി അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകളാണ് കേൾക്കാനുള്ളത്. വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകൾ കേൾക്കാനുണ്ട്. ആ ആയത്തിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കാനുമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കാൻ പോകുന്ന ആയത്ത് നമ്മുടെ രാത്രി നമസ്കാരവുമായി ബന്ധമുള്ളൊരായത്താണ്. അപ്പോൾ നമ്മൾ രാത്രി നമസ്കാരം ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ മറ്റ് മാസങ്ങളിലൊന്നും ഇല്ലാത്തൊരു ഇബാദത്താണ് തറാവീഹ് നിസ്കാരം. നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നുള്ളത്. എന്നാൽ ആ നിസ്കാരം തന്നെ ഖിയാമുൽ ലൈലായിട്ട് നമ്മൾ തഹജ്ജുദായിട്ട് റമദാൻ അല്ലാത്ത കാലത്തും നിർവഹിക്കേണ്ട നിസ്കാരം തന്നെയാണ്. അത് ഒറ്റക്കാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് ആ നമസ്കാരത്തിൽ അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥന, നമ്മുടെ ഖിയാമുൽ ലൈലിൻ്റെ തഹജ്ജുദിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് നമ്മൾ പഠിക്കുന്ന ആയത്ത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനെ മുമ്പത്തെ ആയത്തുമായിട്ട് അതിനുള്ള ബന്ധങ്ങൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്ന ഖുർആനിലെ ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾക്കൊക്കെയും പ്രാധാന്യമുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ആയത്ത് നമ്മളൊന്ന് ആവർത്തിച്ചോതുക, അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകൾ കേൾക്കുക. അപ്പം ഈ ആയത്ത് കാണാതെ പഠിക്കുക എന്നത് നമ്മുടെ ആ പ്രാർത്ഥന എളുപ്പമാക്കാൻ നമുക്ക് കാരണമായി തീരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആയത്ത് എല്ലാവരും ഒരുമിച്ച് ഓതുക. ഞാനത് ആവർത്തിച്ചുള്ളത് കേൾപ്പിക്കാം. ഇനി അതിൻ്റെ വ്യത്യസ്ത ഖിറാഅത്തുകൾ കേൾപ്പിക്കാം. അതും കൂടെ ഓതുക.
നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുൽ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ എന്നോ അല്ലെങ്കിൽ റബ്ബി എന്നോ ആണ് വരുന്നതെങ്കിൽ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം കിട്ടുക. കുൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പറയുക എന്നാണ്, നബിയെ പറയുക. അപ്പോൾ ആ കുൽ എന്നതിന് ശേഷം റബ്ബി എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ എന്നൊക്കെ ആണെങ്കിൽ അവിടെ കുലിന് എന്നർത്ഥം കിട്ടും, പറയുക എന്നല്ല, പിന്നെന്താണ്, പ്രാർത്ഥിക്കുക എന്നർത്ഥം കിട്ടും. അപ്പോൾ ഇവിടെ അല്ലാഹുമ്മ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ കുൽ നബിയെ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുആ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആദാബുകളിൽ പെട്ടതാണ്, പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ് അള്ളാഹുവേ അല്ലെങ്കിൽ റബ്ബേ എന്ന് കേവലം പറയാതെ അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും എടുത്ത് പറയാന്നുള്ളത്. അത് തുടക്കത്തിലും പറയാം, അവസാനത്തിലും പറയാം. ഒരു പ്രാർത്ഥന തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനത്തിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലും പറയാം. അപ്പം അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമവും അള്ളാഹുവിൻ്റെ വിശേഷണവുമാണ്. എന്താണ്? ഫാത്തിറസ് സമാവാതി വൽ അർദ്. ഫാത്തിർ എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്നാണ് അർത്ഥം. ഫാത്തിർ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ഖാലിഖ് എന്ന് നമ്മൾ പറയുന്ന അതേ അർത്ഥമാണ് ഇതിനുള്ളത്, ഫാത്തിർ എന്ന വാക്കിനുള്ളത്. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും, സമാവാത്ത് എന്താണ്? ആകാശങ്ങൾ, അർളോ ഭൂമി. അപ്പൊ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവേ. വീണ്ടും ഒരു വിശേഷണം കൂടി, ആലിമൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, ആലിം. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, ആലിം അറിയുന്നവൻ. ആലിമൽ ഗൈബ്, ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം, ഷഹാദ എന്ന ദൃശ്യം. ഗൈബിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഷഹാദ. അപ്പൊ ആലിമൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനെ. എങ്ങനെ അർത്ഥം പറയാ? കുൽ നബിയെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ആലിമൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ രക്ഷിതാവേ. അപ്പൊ ഇതില് പിന്നെ എന്താ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ പടച്ചവനോട് പലതും ചോദിക്കലുണ്ട്. ആ ചോദിക്കുന്ന കാര്യത്തിൽ നമുക്കൊക്കെ പ്രധാനപ്പെട്ട കാര്യമായി തോന്നൽ പലതും ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും. ആഖിറത്തിന്റെ കാര്യം പലപ്പോഴും നമ്മൾ എന്താവാറില്ല അങ്ങനെ ഒരു ഗൗരവത്തിൽ. കാരണം എപ്പോഴും മനസ്സ് തട്ടിയും കണ്ണ് നിറച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കലെപ്പോഴാണ്? ഇപ്പം പെട്ടെന്ന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളെ വാപ്പാക്ക്, ഉമ്മാക്ക്, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റി, എന്തെങ്കിലും മാറാ രോഗം പിടിപെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പം പടച്ചവനോട് ഒരു കരഞ്ഞൊരു പ്രാർത്ഥിക്കലുണ്ടാവും, അല്ലേ? ആ പ്രാർത്ഥിക്കുന്ന അത്രയും ഒരു പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ സ്വർഗം ചോദിച്ചുകൊണ്ടും നരകത്തിന് കാവല് ചോദിച്ചുകൊണ്ടും ഉണ്ടാവാറില്ല. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ അറിവിൻ്റെ കുറവാണ്. കാരണം നമുക്ക് ഇതിനേക്കാളൊക്കെ വലുതെന്താണ്? നമ്മൾ ശരിക്കും കണ്ണ് നിറയേണ്ടതും ബേജാറായി ചോദിക്കേണ്ടതും സ്വർഗമാണ്, നരകത്തിനുള്ള രക്ഷയാണ്. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത് എന്താണ്? ദുനിയാവിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താ നമുക്ക് മനസ്സിലാക്കാം. ആ ചോദിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ പരലോകത്തെ രക്ഷയാണോ ശിക്ഷയാണോ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്ന വിധി എന്താണ്? അതാണ് ചോദിക്കാൻ പോണത്. അതായത് നമുക്ക് വേറൊരാളും ചെയ്തതിൻ്റെ ഒന്നും നമ്മൾ വഹിക്കേണ്ടി വരില്ല. വേറൊരാൾ ചെയ്ത ഒരു തിന്മയുടെയും, നമ്മളെ വാപ്പ വളരെ മോശമാണ്, അമ്മ വളരെ മോശമാണ്, നമ്മളെ ചുറ്റുപാടും സുഹൃത്തുക്കളൊക്കെ മോശമാണ്, അതിനൊന്നും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ അവരേറ്റ് പോകും. നമ്മൾ ചെയ്തതാണ് നമുക്കുണ്ടാകുക. നമ്മൾ ചെയ്തതിൻ്റെ തിന്മ വേറൊരാൾക്കും ഉണ്ടാവില്ല. വല തസുറു വാസുറത്വൻ വിസറോഹറ. അപ്പം പിന്നെ എന്താണ് ഇതിൽ പഠിക്കേണ്ട കാര്യം? നമ്മൾ ഈ ദുനിയാവിൽ നമ്മുടെ ആയുസ്സിൽ നമ്മൾ ജീവിച്ച ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാണ് പരലോകത്തെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുക. അപ്പം അതെന്താണ്? നമ്മളെ വിശ്വാസം എങ്ങനെയായിരുന്നു, നമ്മളെ കർമ്മം എങ്ങനെയായിരുന്നു, നമ്മളെ ഈമാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പം ആ ഒരു വിഷയമാണ് ഇവിടെ ചോദിക്കാൻ പോണത്.
ഇത് നമ്മളെ പരലോകത്ത് ശിക്ഷയാണോ രക്ഷയാണോ എന്ന് നമുക്ക് തീരുമാനിക്കുന്നത് നമ്മുടെ ദുനിയാവിലെ ജീവിതമാണ്. ആ ജീവിതത്തിലെ ഏത് കാര്യമാണ് ചോദിക്കുക, ആ കാര്യമാണ് ചോദിക്കാൻ പോണത്. അപ്പൊ ആലിമൽ ഗൈബി, ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബേ, ഇത് ചോദിക്കുന്ന സമയം എപ്പോഴാണ്? ഈ പ്രാർത്ഥന എപ്പോഴാണ് ചോദിക്കുക? എപ്പോൾ ചോദിക്കുന്ന പറഞ്ഞപ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിൽ, രാത്രി നിസ്കാരത്തിൽ അള്ളാഹു ഒന്നാനാകാശത്തെ ഇറങ്ങി വന്നു, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറയുന്ന ആ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എപ്പോഴാണ് ചോദിക്കണത്? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ, ഫാത്തിഹയ്ക്ക് മുമ്പായിട്ട്. അതാണ് അത്രയും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അപ്പം ആലിമൽ ഗൈബി വശഹാദ, അപ്പോൾ അള്ളാഹനെ വിളിച്ചു, എന്നിട്ട് അള്ളാഹുവിൻ്റെ 2 നാമഗുണ വിശേഷണങ്ങൾ പറഞ്ഞു. ഒന്ന് ഫാത്തിറ സമാവാതി വൽ അർദ്, 2 ആലിമൽ ഗൈബി വശഹാദ. 2 നമുക്ക് അറിയണം, എന്താണെന്ന് അറിയണം. ഫാത്തിറ സമാവാതി വൽ അർദ് പറഞ്ഞാൽ ആകാശഭൂമികളുടെ സൃഷ്ടാവ്, ആലിമൽ ഗൈബി വശഹാദ പറഞ്ഞാൽ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ. ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം, അൻത നീയാണ്, തഹ്കുമു വിധിക്കുന്നത്. അൻത നീയാണ്, തഹ്കുമു വിധിക്കുന്നത്. ഹക്കമ പറഞ്ഞാൽ ഹുക്കുമ പറയുക, വിധിക്കുക. ഹക്കമ എന്ന് പറഞ്ഞാൽ വിധിക്കുക. തഹ്കുമു നീ വിധിക്കും. അൻത നീ, അൻത തഹ്കും നീയാണ് വിധിക്കുക. എന്താ അൻത തഹ്കും എന്ന് പറഞ്ഞാൽ നീയാണ് വിധിക്കുന്നവൻ. ബൈന ഇബാദിക്ക നിന്റെ അടിമകൾക്കിടയിൽ. അബദിന്റെ ജമ്മാണ് എന്ത്? ഇബാദ്. അബദ് അടിമ, ഇബാദ് അടിമകൾ. ബൈന ഇബാദിക്ക പറഞ്ഞാൽ നിന്റെ അടിമകൾക്കിടയിൽ. എന്താണ്? നിന്റെ അടിമകൾക്കിടയിൽ വിധിക്കുന്നവൻ നീയാണ്. ഏത് കാര്യത്തിൽ? ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. ഫീനറ ഇൽ മാ യാതൊന്ന് കാനു അവരായിരുന്നു, ഫീമാ കാനു അവരായിരുന്നതായ കാര്യത്തിൽ, യഖ്തലിഫൂൻ അവർ അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നു. ഭിന്നാഭിപ്രായക്കാരായി. ഇഖ്തലഫ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം. ഇഖ്തലഫ പറഞ്ഞാൽ ഭിന്നാഭിപ്രായമുണ്ടായി. ഇഖ്തലഫന്ന മുളാരിയാണ് യഖ്തലിഫു, യഖ്തലിഫൂൻ എന്നാണ്. ഫീമാ കാനു ഫീഹി, അവർ ഏതൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത് ആ കാര്യത്തിൽ വിധി കൽപ്പിക്കുന്നവൻ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന കാര്യത്തിൽ വിധി കൽപ്പിക്കുന്നവൻ നീയാണ്. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിൽ സത്യമേതാണ് അസത്യമേതാണ് എന്ന് എനിക്ക് നീ കാണിച്ചു കൊണ്ട് റബ്ബേ എന്നാണ്. അസത്യത്തിലൂടെയാണ് നമ്മൾ ജീവിക്കണതെങ്കിലോ? ഇപ്പം അള്ളാഹിൻ്റെ അടിമകളല്ലേ ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരും? ആണോ? ആണ്. അതിൽ തന്നെ അള്ളാഹ് ഉണ്ടോ ഇല്ലാന്ന് അഭിപ്രായ വ്യത്യാസം ഉള്ളൂല്ലേ? അള്ളാഹ് ഉണ്ടോ ഇല്ലാന്ന് അഭിപ്രായ വ്യത്യാസം. അള്ളാഹാണ് നമ്മളെല്ലാവരും പഠിച്ചത്, എല്ലാവരും അള്ളാഹിൻ്റെ അടിമകളാണ്. ആ അടിമകളെ കൂട്ടത്തിൽ അള്ളാഹ് ഉണ്ടോ ഇല്ലെന്ന് സംശയിക്കുന്നവരാണ്, അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ട് അല്ലേ? ഇനി അള്ളാഹ് ഉണ്ടെന്ന് സമ്മതിക്കണവരെ എന്താണ്? അള്ളാഹിനെ മാത്രം ആരാധിച്ചാൽ മതിയോ, അത് അള്ളാഹിൻ്റെ കൂടെ വേറെ ആരെങ്കിലും വേണമെന്ന് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഇങ്ങനെ പലതിലും അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. ഇനി കർമ്മങ്ങൾ, നമസ്കാരം, ഇബാദത്ത്, നോമ്പ്, സക്കാത്ത്, ഇതിനൊക്കെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമല്ലേ? നിസ്കാരം ഖുർആനിലുണ്ടല്ലോ, സക്കാത്ത് ഖുർആനിലുണ്ടല്ലോ അല്ലേ? ഈമാൻ കാര്യങ്ങൾ ഖുർആനിലുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ സത്യം? ആണോ? ഒന്നാണ് സത്യം. ആ സത്യം ഞങ്ങൾക്ക് നീ കാണിച്ചു തരേണമേതാണ്. ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, അഭിപ്രായ വ്യത്യാസമുണ്ടായി കാര്യം ഏതാണോ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ വിധി കൽപ്പിക്കണമേ. അന്ത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, നീ ജനങ്ങൾ നിന്റെ അടിമകൾ ഭിന്നിച്ച വിഷയം ഏതാണോ ആ വിഷയത്തിൽ വിധി കൽപ്പിക്കുന്നവൻ പടച്ചോനെ നീയാണ്. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ വിധി എനിക്ക് നീ കാണിച്ചു തരണമേ. അത് കണ്ടില്ല എങ്കിൽ, അതറിഞ്ഞില്ല എങ്കിൽ, തെറ്റിയാണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? മരണാനന്തരമുള്ള ജീവിതം പ്രയാസകരമായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് അള്ളാഹിൻ്റെ സിഫത്തുകൾ ഫാത്തിറ സമാവാതി വൽ അർദ്, ആലിമുൽ ഗൈബി വശഹാദ എന്ന അള്ളാഹിൻ്റെ നാമഗുണ വിശേഷങ്ങൾ പറഞ്ഞത്. ശരി, അപ്പോൾ ഒരുമിച്ച് അർത്ഥം ചെയ്തുകൊള്ളു ആയത്തിൻ്റെ. പറയുക, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവും
അദൃശ്യവും ദൃശ്യവും അറിയുന്നവനുമായ അല്ലാഹുവേ, നിന്റെ അടിമകൾക്കിടയിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തോ ഒരു അപൂർണതയുള്ള മാതിരി തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഇനി അപ്പം പടച്ചോനെ, അതുകൊണ്ട് എനിക്ക് നേരായ മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കണമേ, നീ ഈ ജനങ്ങൾ ഭിന്നാഭിപ്രായക്കാരായ വിഷയത്തിൽ സത്യം എനിക്ക് കാണിച്ചു തരണമേ, അതിലേക്ക് എന്നെ ചേർക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന ഇതിൻ്റെ ബാക്കിൽ വരണം അല്ലേ? അത് എവിടെയാണുള്ളത് നിങ്ങൾ? അത് സൂറത്ത് അൽ ബഖറയിലെ ഒരായത്തിലാണുള്ളത് ഇതിൻ്റെ ബാക്കിയുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. അതാണ് നമ്മൾ ഖുർആൻ തദബ്ബുർ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞത്. ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഖുർആനിനെ അല്ലാഹു പല ഭാഗങ്ങളായി ഖുർആനൻ ഫറഖനാഹു ലിതഖറഉ അലന്നാസി അലാ മുക്തിൻ വനസ്സൽനാഹു തൻസീലാ. വിവിധ ഘട്ടങ്ങളായി ഖുർആൻ ഇറക്കി അതിനെ പല ഭാഗങ്ങളാക്കി തിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്കത് സാവകാശം നബിയെ താങ്കൾ ഓതി കേൾപ്പിച്ചത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകത ഇത് പറഞ്ഞതിന് ശേഷം ജനങ്ങൾ സത്യത്തിൻ്റെ വിഷയത്തിൽ ഭിന്നിച്ചു പോയിട്ടുണ്ട്, അതിൽ യഥാർത്ഥ വഴിയിൽ എന്നെ നീ ചേർക്കണമേ എന്ന പ്രാർത്ഥന വരുന്ന ആയത്ത് സൂറത്ത് അൽ ബഖറയുടെ ഒരു ആയത്തിന് അവസാന ഭാഗത്തുള്ള ഇൻഷാ അല്ലാഹ് നമ്മൾ തദബ്ബുറിൽ വരും. ശരി, അപ്പോൾ ഈ ആയത്ത് ഇനി ഒന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒന്ന് പാരായണം ചെയ്യാം. ഒന്ന് ആവർത്തിച്ച് ഓതുമ്പം അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയും ചെയ്യാം. والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون قل اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അർത്ഥവും ബാക്കി വിശദീകരണമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുകൾ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഈ ഓതിയത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് 9 മണിക്ക് അണ്ണാനഗറിലും 10:30 മണിക്ക് MMA-യിലും 3:15 അടയാറിലും ക്ലാസ് ഉണ്ട്. റമദാനാണ്, നമുക്ക് 2 ക്ലാസ്സേ കിട്ടുള്ളൂ. ഖുർആനിൻ്റെ പഠിതാക്കളെ നിലക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ അവതരിച്ച മാസമാണ്. ഇത് വളരെ പെട്ടെന്ന് കടന്നു പോകും. ആദ്യത്തെ പെട്ടെന്ന് കഴിഞ്ഞ് ഇതിന് സ്പീഡായിരിക്കും ഇനി വരാൻ പോകുന്ന 2 പത്തുകളും. അതുകൊണ്ട് റമദാനിൽ നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമുക്ക് പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായി ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും
നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിയുന്നവരൊക്കെയും മറ്റ് ക്ലാസ്സുകളിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റമദാൻ ആയതുകൊണ്ട് ചുരുങ്ങിയ സമയം മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എല്ലാ നിലക്കും നാളെ പരലോകത്തേക്കുള്ള സമ്പാദ്യം നമുക്കുണ്ടാവണം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അത് പരമാവധി നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം അവസരങ്ങളും സന്ദർഭങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ദൗർഭാഗ്യവന്മാരായ ഭാഗ്യം കെട്ടവരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.